ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സ്കിൻ കാം ആക്കാനും ഹൈഡ്രേറ്റ് ആക്കാനും സോഫ്റ്റ് ആക്കാനും ഒന്ന് ബാലൻസ് ആക്കാനും അതായത് എക്സസ് ആയിട്ടുള്ള ഓയിൽ സെബം പ്രൊഡക്ഷൻ ഒക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടിലനായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ടാണ്. ഇത് അവരുടെ പുതിയ ലോഞ്ചാണ് കേട്ടോ, മറ്റൊന്നുമല്ല നമ്മുടെ വിഷ്കെയറിന്റെ വാട്ടർ ജെൽ മോയ്സ്ചറൈസർ ആണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വൈറലായിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് സ്യൂട്ടബിൾ ഫോർ ഓയിലി സ്കിന്നുകാരാണോ നോക്കുകയാണെങ്കിൽ ഓയിലി സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സ്യൂട്ടബിൾ ആണ് കേട്ടോ. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇതിൽ മെയിൻ ആയിട്ട് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയേണ്ട കാര്യം 2:1:3 അതാണ് റേഷ്യോ വന്നിട്ടുള്ളത്. NFM വാട്ടർ ജെൽ മോയ്സ്ചറൈസർ ആണ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എക്സസ് ഓയിലൊക്കെ നല്ല രീതിക്ക് ബാലൻസ് ചെയ്യുന്ന, അതായത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സ്കിന്നായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി ഇൻഗ്രീഡിയൻസ് വൈസ് നോക്കുകയാണെങ്കിൽ 2% ന്യായാസനമൈഡ് ഉണ്ട്, അതോടൊപ്പം തന്നെ 1% സിങ്ക് PC ഉണ്ട്. ഇനി അടുത്തായിട്ട് 3% NFM കോംപ്ലക്സ് ആൻഡ് സിക്ക PDRN. ഇതൊക്കെ കൊണ്ടിട്ടാണ് നമ്മുടെ ഓയിൽ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യുന്നതും നന്നായിട്ട് കാം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഡീപ്പായിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും. ഇതൊരു വാട്ടർ ലൈക്ക് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ കാണിക്കാം. ഇതേപോലത്തെ ഒരു ട്യൂബ് ബേസ്ഡ് പാക്കേജിംഗ് ആണ്, കണ്ടില്ലേ? ക്യുക്കായിട്ട് തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്, ഒട്ടും തന്നെ ഗ്രീസി ഫീൽ ഇല്ല കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ. പിന്നെ ഇതിന് ഫ്രാഗ്രൻസ് ഒന്നും ഇല്ല, സോ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 399 അല്ലെങ്കിൽ 395 രൂപയാണ്. പക്ഷെ ഞാനിത് വാങ്ങിച്ചത് സ്മിറ്റ് എന്ന് പറഞ്ഞ ആപ്പിൽ 297 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കൂടെ തന്നെ അവരെനിക്കൊരു കോംപ്ലിമെന്ററി പ്രൊഡക്റ്റ്, അതായത് ഇവരുടെ തന്നെ റീസെന്റ് ആയിട്ട് വൈറലായിട്ടുള്ള ഒരു വിഷ്കെയറിന്റെ ഫ്ലൂയിഡ് സൺസ്ക്രീൻ ഉണ്ടല്ലോ, കുറച്ച് നാളായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു സൺസ്ക്രീനും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് ആക്ച്വലി ഒരു 99 രൂപ റേഞ്ച് ഒക്കെ വരുന്ന ഒരു സൺസ്ക്രീൻ ആണ് അവരെനിക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്മിട്ടനിന്ന് വാങ്ങുകയാണെങ്കിൽ 297 രൂപയ്ക്ക് വാങ്ങാൻ പറ്റും. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ വ്യൂ പ്രൊഡക്റ്റിൽ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. എന്താണെങ്കിലും ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങളൊരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നുകാരാണെങ്കിൽ ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. എനിക്ക് ഹോണസ്റ്റ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ ഒരു മോയ്സ്ചറൈസർ ആണ്. ശരിക്കും നമുക്കൊരു ക്ലിയർ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഓൾ ഡേ നമ്മുടെ സ്കിന്നിനെ കംഫർട്ട് ആക്കുന്നുണ്ട്. പിന്നെ ആക്നീസും ബ്രേക്ക് ഔട്ട്സ് ഫ്യൂച്ചറിൽ വരുന്നതും ഓൾറെഡി ഉള്ളതൊക്കെ നല്ല രീതിക്ക് പ്രിവെന്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നീഡഡ് ക്വാണ്ടിറ്റി നമ്മുടെ ഫേസിൽ ഇതുപോലെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി. ജെന്റിലി മസാജ് ചെയ്യുക കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യാൻ തോന്നും, കാരണം ഒട്ടും തന്നെ സ്റ്റിക്കിയോ ഗ്രീസി ഫീൽ ഒന്നും തന്നെ ഇല്ല. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റന്റ് കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. പിന്നെ ക്യുക്കായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ, കണ്ടില്ലേ, നല്ല സൂപ്പർ ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചർ ആകാൻ കാരണം ഇതിൻ്റെ നോൺ കോമഡോജനിക് ആൻഡ് ഓയിൽ ഫ്രീ ഫോർമുലയും അതോടൊപ്പം തന്നെ ബ്രേക്ക് ഔട്ട്സും ആക്നീസ് ഒക്കെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. വാട്ടർ ജെൽ ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അത് കാരണമാണ് നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സസ് ഓയിൽ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്ലീൻഡ് ആയിട്ടുള്ള ഒരു ഫ്രഷ് ലുക്കാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ലോങ് ലാസ്റ്റിംഗ് കംഫർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഈ ഒരു മോയ്സ്ചറൈസർ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം. ഇതിന്റെ കൂടെ തന്നെ, അതായത് നോർമൽ ഓയിലി സ്കിന്നുകാർക്കും സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിന്നുകാർക്കും വേണ്ടിയിട്ട് വേറൊരു മോയ്സ്ചറൈസറും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ കൺസിസ്റ്റൻസി ജെൽ അല്ല, ഒരു മൂസ് ടൈപ്പ് കൺസിസ്റ്റൻസി ആണ്. അപ്പൊ നിങ്ങളൊരു നോർമൽ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ആ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് എന്തുകൊണ്ടും ബെറ്റർ ആണ് കേട്ടോ. അതായത് NFM നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടർ ബ്ലെൻഡ് ടു നമുക്ക് കിട്ടുന്നത് ഒരു ഡീപ്പ് ഹൈഡ്രേഷനും അതോടൊപ്പം തന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ്ങും ആണ് കിട്ടുന്നത് നമ്മുടെ സ്കിന്നിന്. ഒട്ടും തന്നെ ഓയിലി അല്ലെങ്കിൽ ഗ്രീസി സ്റ്റിക്കി ഫീൽ ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്യുമ്പോഴും കംഫർട്ടാണ്. അതോടൊപ്പം തന്നെ ഓൾ ഡേ നമുക്ക് നല്ലൊരു കംഫർട്ട് ആൻഡ് റിഫ്രഷ്ഡ് ആയിട്ടുള്ള മോയ്സ്ചർ ഒക്കെ നല്ല രീതിക്ക്, അതായത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ലോക്ക് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഓയിലി സ്കിന്ന് ഈ ഒരു മോയ്സ്ചറൈസർ ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ നമ്മുടെ സെബം പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓയിലൊക്കെ ബാലൻസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടും കോമഡോജനിക് അല്ലാത്തത് കൊണ്ടിട്ടൊക്കെയാണ്. അതോടൊപ്പം തന്നെ ഒരു ഹൈഡ്രേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റായിട്ട് അബ്സോർവ് ചെയ്യുന്നുണ്ട്, ഒട്ടും തന്നെ സ്റ്റിക്കി ആക്കുന്നില്ല, നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അതോടൊപ്പം തന്നെ ദറ്റ് ലീവ് സ്കിൻ ഫീലിംഗ് സോഫ്റ്റ് ആക്കുന്നുണ്ട്, ബാലൻസ്ഡ് ആക്കുന്നുണ്ട്, റിഫ്രഷ്ഡ് ആക്കുന്നുണ്ട്, പിന്നെ ക്ലിയർ ഹെൽത്തി ആൻഡ് കംഫർട്ടബിൾ ആക്കുന്നുണ്ട്. സിഖ എന്നൊക്കെ പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് ആക്സിലേറ്റ് വിസിബിൾ സ്കിൻ റിക്കവറി, അതായത് റെഡ്നെസ് ഇൻഫ്ലമേഷനൊക്കെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറേ അധികം ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസറിൽ നിന്ന് കിട്ടുന്നത്.
മോയ്സ്ചറൈസർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. AM ആൻഡ് PM റുട്ടീനിൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി. രാവിലെ ക്ലെൻസ് ചെയ്യുക, ടോണർ, സിറം, അതിനോടൊപ്പം തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഡേ ടൈമിൽ നമ്മൾ സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യുക. പിന്നെ നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് തൊട്ട് നോക്കുമ്പോൾ ആ ഒരു മോയ്സ്ചർ ലോസ് കുറച്ചൊന്ന് ഡ്രൈ ആവുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് വീണ്ടും മോയ്സ്ചറൈസർ റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ നൈറ്റ് ടൈമിലും ഇതേ റുട്ടീൻ തന്നെ ഫോളോ ചെയ്യുക. സൺസ്ക്രീനിന്റെ കേസിൽ നമ്മൾ നൈറ്റ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ കൊണ്ടിട്ട് നിർത്തുക. ഡിറക്ഷനിൽ പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ കോഷൻ വൈസ് നോക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യാത്ത ഏരിയയിൽ വേണം ഇതേപോലത്തെ പ്രൊഡക്ട്സ് ഒക്കെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി, അതായത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് 399 രൂപയാണ് ആക്ച്വൽ പ്രൈസ് വരുന്നത്. പക്ഷെ എനിക്ക് 297 രൂപയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. നൈക്കിയിൽ ഇപ്പൊ പിങ്ക് സെയിൽ എന്തോ നടക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഓഫറിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇത് ശരിക്കും അമേസിങ് പ്രൊഡക്റ്റ് ആണ്. ഇതിപ്പോ നിങ്ങൾ എന്ത് സ്കിൻ ടൈപ്പുകാരാണെങ്കിലും നിങ്ങൾക്ക് ഒരേപോലെ സ്യൂട്ടബിൾ ആണ്. എൻ്റെത് ഓയിലി ആയതുകൊണ്ടിട്ട് എനിക്ക് കുറച്ചുകൂടെ ജെൽ ബേസ്ഡ് വാട്ടർ ലൈക്ക് ആയിട്ടുള്ള, അതായത് വാട്ടർ ലൈറ്റ് ആയിട്ടുള്ള ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഹോണസ്റ്റ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത് പ്ലസ് ഇവരുടെ ആ ഒരു വിഷ്കെയറിന്റെ ആ ഒരു സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫിനിഷ്, കിടിലൻ ഫിനിഷ് ആണ് കേട്ടോ. പിന്നെ നമ്മളൊരു ലിപ് ബാമോ അല്ലെങ്കിൽ ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരിക്കും നല്ലൊരു ക്ലീൻഡ് ആയിട്ടുള്ള റിഫ്രഷ്ഡ് ആയിട്ടുള്ള ഫ്രഷ് ലുക്കാണ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ. ബൂസ്റ്റ് മോയ്സ്ചർ റീടെൻഷൻ, അതായത് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാൻ കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു NFM ആണ്. 3% ആണ് നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടേഴ്സ്. സ്കിന്നിന്റെ നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചർ ഫാക്ടറിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. പിന്നെ സിക്ക എന്നൊക്കെ പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ, അതായത് നമ്മുടെ സ്കിന്നിലെ ഇൻഫ്ലമേഷനും ഇറിറ്റേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സ്കിന്നിൽ നിന്ന് വാട്ടർ ലോസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഓൾറെഡി നമ്മൾ കുറേ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. എനിക്കത് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് യാതൊരുവിധ ഇറിറ്റേഷൻസും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പാക്കേജിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് ബേസ്ഡ് പാക്കേജിംഗ് ആണ്. ഇതിന്റെ ബാക്കിൽ അതായത് ഓയിൽ ബാലൻസ്ഡ് ഹൈഡ്രേറ്റിംഗ് ഫോർമുല, ഇൻഗ്രീഡിയൻസും അതോടൊപ്പം തന്നെ ഇതിന്റെ ആ ഒരു ബെനിഫിറ്റ്സും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൈസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 399 രൂപയാണെന്ന്. ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് 399 രൂപ കൊടുക്കണ്ട, അതായത് ഓഫറിൽ കിട്ടും. അതുകൊണ്ട് ഈ ഓഫർ മിസ് ചെയ്യാണ്ട് വാങ്ങുക കേട്ടോ. ഒരു മോയ്സ്ചറൈസർ അഫോർഡബിൾ പ്രൈസിൽ നല്ലൊരു മോയ്സ്ചറൈസർ നോക്കി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും വാങ്ങാൻ പറ്റിയ മോയ്സ്ചറൈസർ ആണ് കേട്ടോ നമ്മുടെ വിഷ്കെയറിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിഷ്കെയറിന്റെ ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാതെ വരികയും ടാറ്റാ.